ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സർവീസ് ഡൂക്ക് 250 ആണ് കേട്ടോ എൻ്റെ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കാര്യം ചെയ്തായിരുന്നു, അതായത് വണ്ടി അഡ്വഞ്ചർ കാര്യങ്ങൾ, അതിൻ്റെ പ്രൈസ്, അതേപോലെ ഒരു ജസ്റ്റ് വാക്ക് റൗണ്ട്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സെക്കൻഡ് സർവീസ് ചെയ്ത് കേട്ടോ. എത്ര കിലോമീറ്റർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4200 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി സർവീസ് ചെയ്ത് നമുക്ക് ഒരിടം വരെ പോകണമായിരുന്നു. അപ്പോൾ ഷോറൂമിൽ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ച് ഇതേപോലെ ലോങ് പോകാനെ കൊണ്ട് പ്ലാൻ ഉണ്ട്, അതേപോലെ ഇപ്പോൾ വണ്ടി സർവീസിന് കൊണ്ടുവന്ന് ചെയ്തു തരാം. അങ്ങനെ നമ്മൾ സാരഥി KTM കൊട്ടാരക്കരയെ കൊണ്ടുപോയി വണ്ടി സർവീസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് സർവീസിന് വണ്ടിക്ക് എത്ര രൂപ ആയി എന്നാണ് കാണിക്കാൻ പോകുന്നത്. വണ്ടി അവർ അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു സാധനമൊക്കെ തന്നു, അതേപോലെ വണ്ടിയുടെ ടാങ്ക് കാര്യങ്ങൾ ഇളക്കി സ്പാർക്ക് പ്ലഗ് മാറ്റി വണ്ടി വാഷ് ചെയ്ത്, അതേപോലെ സർവീസ് A to Z ചെയ്ത് ഇതിൻ്റെ ബില്ല് കാര്യങ്ങളാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബില്ല്. എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, വണ്ടി സെക്കൻഡ് സർവീസ് ഡൂക്ക് 250 സെക്കൻഡ് സർവീസ് 2703 രൂപ. അതേപോലെ പിന്നെ രണ്ടാമത്തെ പേജിൽ ടോട്ടൽ എങ്ങാണ്ട് 3200 രൂപയ്ക്കകത്തായിട്ടുണ്ട് കേട്ടോ. KTM ഡൂക്ക് 250 2026 മോഡല് രണ്ടാമത്തെ സർവീസ് ചെയ്തപ്പോഴത്തേക്ക് 3200 രൂപയ്ക്കകത്തായി. വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ എത്ര രൂപ ആയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2000 ചില്ലുവാന 500 ആ ഒരു റേഞ്ചായി കേട്ടോ. എനിക്ക് കറക്റ്റ് റേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല, പക്ഷേ ഞാൻ ആ വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ. പിന്നെ വണ്ടി സർവീസ് ചെയ്തിട്ട് എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ സൗണ്ട് ഏകദേശം വ്യത്യാസമുണ്ട്. അതേപോലെ വണ്ടി ഓടിച്ചപ്പോൾ ഓൾറെഡി അവർ വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയും ബാക്കിലത്തെ ബ്രേക്ക് ആ ഒരു ടയറിൽ പോളിഷ് കാര്യങ്ങൾ തേക്കുമ്പോൾ ബ്രേക്ക് കുറവായിരിക്കും, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പുതിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഫ്രണ്ടിലെ റേഡിയേറ്റർ ഗാർഡിൻ്റെ അവിടുത്തെ ഒരു കൗള്, അതായത് ഡൂക്ക് 390 വരുന്നത്. പിന്നെ ഞാൻ അവിടെ നടന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ വണ്ടിയുടെ മറ്റു വണ്ടികളുടെയൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാവേ. വണ്ടിയൊക്കെ ഇടിച്ച് ഷേപ്പായിരിക്കുന്നുണ്ട്. 150 സെക്ഷൻ ടയറും 170 സെക്ഷൻ ടയറും കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. 250 അണ്ടർബെല്ലിയാണ് കേട്ടോ. എനിക്ക് ഈ അണ്ടർബെല്ലി ഭയങ്കര ഇഷ്ടമാണ്. ഡൂക്കിനകത്ത് 150 സെക്ഷൻ ടയറാണ് കേട്ടോ. 170 സെക്ഷൻ ടയർ ഇട്ടാലുള്ള അവസ്ഥ ഉണ്ട്, ഭയങ്കര ലോറിയുടെ ടയർ പോലെ. രണ്ടായിരത്തി 2027 2026, അതായത് 2027 മോഡല് പുതിയ ഡൂക്ക്